കോഴിക്കോട് ചാത്തമംഗലം NIT ക്വാർട്ടേഴ്സുകളിൽ മോഷണം. NIT ജീവനക്കാരുടെ 7 ക്വാർട്ടേഴ്സുകളുടെ വാതിലിന്റെ പൂട്ട് തകർത്താണ് കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയത്. റൂമിൽ നിന്ന് 9 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോയിന്റുകളിലും കനത്ത പരിശോധനയും സെക്യൂരിറ്റി സംവിധാനങ്ങളുമുള്ള NITയിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത്. 7 ക്വാർട്ടേഴ്സുകളുടെയും പ്രധാന വാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. സംഭവം നടക്കുന്ന സമയത്ത് ക്വാർട്ടേഴ്സുകളിൽ താമസക്കാർ ഉണ്ടായിരുന്നില്ല. രാവിലെ താമസക്കാർ എത്തിയപ്പോഴാണ് വാതിലുകളുടെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയ വിവരം അറിയുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 8 തൊട്ട് 9 പവൻ വരെയാണ് ഇവിടുന്ന് ഇപ്പം മിസ്സായതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പല ക്വാർട്ടേഴ്സിലും വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ആളില്ല. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് പോലീസിനെ അറിയിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ടീമും ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ക്വാർട്ടേഴ്സുകളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. NITയിലെ നേഴ്സായി ജോലി ചെയ്യുന്ന അമൃതയുടെ 8.5 പവൻ സ്വർണവും NIT ജീവനക്കാരിയായ ഫൗസിയയുടെ 1/2 പവനോളം സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയിട്ടുണ്ട്. മുറിയിലെ സാധന സാമഗ്രികളും വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. മോഷണം നടന്ന മുറികളിൽ റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതൊന്നും മോഷ്ടാവ് എടുത്തിട്ടില്ല. കൂടാതെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവയൊക്കെ മുറിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതൊന്നും പ്രതി കൊണ്ടുപോയിട്ടില്ല. നിലവിൽ നമുക്ക് 7 സ്ഥലങ്ങളിൽ 7 ക്വാർട്ടേഴ്സിൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. അതിനകത്ത് 2 ക്വാർട്ടേഴ്സിൽ നിന്നാണ് സാധനം പ്രോപ്പർട്ടി മിസ്സായേക്കുന്നത്. അതിനകത്ത് ഒരു സ്ഥലത്തുനിന്ന് ഒരു 8.5 പവനോളം പോയതായിട്ട് പരാതിയുണ്ട്. രണ്ടാമത്തെ സ്ഥലത്തുനിന്ന് 1/2 പവൻ്റെ മാലയാണ് പോയതായിട്ട് പറയുന്നത്. കൂടാതെ ക്യാഷ് ഒരു 16,000 രൂപ പോയതായിട്ട് പറയുന്നു. മറ്റ് 5 ക്വാർട്ടേഴ്സുകളിലും മോഷണ ശ്രമം നടന്നെങ്കിലും യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.